ഹായ് ഗൈസ്. അപ്പോൾ രാവിലെ തന്നെ നല്ല പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാമെന്ന് വിചാരിച്ച് ഞാൻ 4 മണി തൊട്ട് പഠിക്കാൻ തുടങ്ങിയതാണ്. ഞാൻ 3:30ക്ക് എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് ഫേസൊക്കെ വാഷ് ചെയ്ത് പഠിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ എക്സാം വിന്നറിൻ്റെ ക്ലാസ്സാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. എക്സാം വിന്നറിൽ അതുല്യ മിസ്സിൻ്റെ കെമിസ്ട്രി ക്ലാസ്സാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് എന്നുള്ള ചാപ്റ്റർ. ഈ ചാപ്റ്റർ ഞാൻ ഓൾറെഡി പഠിച്ചിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ എനിക്കൊന്ന് റിവൈസ് ചെയ്താൽ മാത്രം മതിയായിരുന്നു. പക്ഷേ എനിക്ക് അവസാനത്തെ പോർഷൻസൊക്കെ കുറച്ച് ടഫായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രം ഞാൻ കുറച്ചധികം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് പഠിച്ച് അറിയാവുന്നത് തന്നെ ഒന്ന് ജസ്റ്റ് ക്ലിയർ ആക്കി വിടാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാനിത് കുറച്ച് അധികം നേരം ഇരുന്ന് നോക്കിയിട്ടുണ്ടായിരുന്നത്. കെമിസ്ട്രിയിൽ അത്യാവശ്യം ഈസി ആയിട്ട് തോന്നിയിട്ടുള്ള ഒരേ ഒരു ചാപ്റ്റർ ഇത് മാത്രമാണ്. ബാക്കിയൊക്കെ എനിക്ക് നല്ല ടഫായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ബാക്കി ചാപ്റ്ററിൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ എന്ത് ചെയ്യുമെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. ഇത് കഴിഞ്ഞിട്ടുള്ള ആസിഡ് ബേസസ് ആൻഡ് സോൾട്ടും പിന്നെ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ആയാലും നല്ല അത്യാവശ്യം പാടായിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സാണ്. അപ്പോൾ അത് ഇതിനെക്കാട്ടും എഫേർട്ട് ഇട്ടാലേ എനിക്ക് മനസ്സിലാവാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയാം. കാരണം എനിക്ക് കെമിസ്ട്രി പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. കാരണം എനിക്ക് ഇങ്ങനത്തെ റിയാക്ഷൻസും പിന്നെ ഈ കെമിക്കൽസ് പഠിക്കുന്നതിനോടൊന്നും എനിക്കൊരു താല്പര്യമില്ല. സയൻസ് ഫീൽഡേ താല്പര്യമില്ല. പ്ലസ് 10ാം ക്ലാസ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സയൻസ് ഒഴിവാക്കാം എന്നുള്ള ഒറ്റ കാര്യത്തിൽ നിൽക്കുകയാണ് ഞാൻ. എനിക്ക് സയൻസ് ഒട്ടും പറ്റത്തില്ല. സയൻസിൽ എനിക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ തോന്നുന്നത്. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ സയൻസ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഫിസിക്സ് ഇഷ്ടമാണ്. ബയോളജിയും കെമിസ്ട്രി മാത്രമുള്ളൂ എനിക്ക് പ്രശ്നം. ഫിസിക്സ് എനിക്ക് എക്സാം ഇടുകയാണെങ്കിലും എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് മാർക്ക് കിട്ടാറുണ്ട്. എനിക്ക് ഫിസിക്സ് ഇഷ്ടമാണ്. പക്ഷേ അതിൻ്റെ അത്രയും തന്നെ എനിക്ക് ഹെയ്റ്റാണ് കെമിസ്ട്രിയോടും ബയോളജിയോടും. പ്രത്യേകിച്ച് ബയോളജിയോടും. കെമിസ്ട്രി ഞാൻ പിന്നെയും നോക്കും. പക്ഷേ ബയോളജി എന്നെക്കൊണ്ട് നടക്കുന്ന പരിപാടിയല്ല. അപ്പോൾ ഞാനിത് നോക്കി ഏകദേശം ഒന്ന് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ ചാപ്റ്ററിലെ അവസാനത്തെ പോർഷനിലാണ് ഏറ്റവും പ്രശ്നം വരുന്നത്. ഓക്സിഡേഷൻ റിഡക്ഷൻ ആ ഒരു പോർഷൻ. അപ്പോൾ അത് ഞാൻ കുറച്ചധികം നേരം നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ക്ലാസ് എടുത്തപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു. പക്ഷേ സെൽഫ് സ്റ്റഡി ചെയ്യാതിരുന്നപ്പോഴേക്കും ഞാനതൊക്കെ മറന്നു പോയതുപോലെ തോന്നി. അപ്പോൾ ഞാൻ ഇന്നത്തെ ലെക്ചറിൽ മാഡം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാഡം പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്ന് കേട്ടിട്ട് എനിക്ക് മനസ്സിലാവാത്ത വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ ചാപ്റ്റർ ഞാൻ തീർത്തിട്ടുണ്ടായിരുന്നു. വെളുപ്പിനെ ഇരുന്ന് തന്നെ ഞാൻ തീർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയായാലും ഞാൻ ആ ഒരു ചാപ്റ്റർ തീർത്തു. എൻ്റെ ഈ ഒരു എക്സാം കഴിഞ്ഞ് എൻ്റെ അടുത്ത എക്സാം സാൻസ്ക്രിറ്റാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ AI സോഷ്യൽ അങ്ങനെയൊക്കെയാണ് പോകുന്നത്. പിന്നെ ഗ്യാപ്പ് ഇല്ലാത്തതൊരു വലിയ പ്രശ്നമാണ്. കാരണം ഒരു ദിവസം ഗ്യാപ്പേ ഉള്ളൂ ഓരോ എക്സാമിൻ്റെ അടുത്തും. പിന്നെ മാത്സിന് മാത്രം 2 ദിവസം ഗ്യാപ്പ്. മാത്സ് 7th അത് ലാസ്റ്റ് എക്സാമാണ്. ആ ഒരു എക്സാമിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ആ ഒരു എക്സാം തീർന്നു കഴിഞ്ഞാൽ പിന്നെ പേടിക്കാനില്ല. പിന്നെ പ്രീ ബോർഡാണ്. പ്രീ ബോർഡിന് എനിക്ക് അത്യാവശ്യം നല്ല ടെൻഷനുണ്ട്. എന്താകും എന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് ടൈമാണ് അത് എഴുതാനൊക്കെ പോകുന്നത്. പിന്നെ സ്കൂളാണ് പേപ്പർ ഇടുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടഫായിരിക്കും. എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പം നമ്മൾ ബോർഡ് എക്സാം എഴുതുമ്പോൾ നമുക്ക് ആ ഒരു ടെൻഷൻ ഇല്ലാണ്ട് എഴുതാൻ പറ്റും എന്നൊക്കെയാണ് ഞങ്ങളുടെ സീനിയേഴ്സ് പറയുന്നത്. സീനിയേഴ്സിനോടൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രീ ബോർഡ് എങ്ങനെയാണെന്ന്. അപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ടുള്ളത് പ്രീ ബോർഡും ഹാഫ് ഇയർലിയും ഒക്കെ നല്ല ടഫായിരിക്കും ബോർഡ് എക്സാം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. കാരണം അതിൻ്റെ എക്സാം നമുക്ക് ടഫായിട്ട് നമുക്കൊരു പ്രാക്ടീസ് തരുവാണ്. അപ്പോൾ പ്രീ ബോർഡിൻ്റെയും ഹാഫ് ഇയർലിയുടെയും മാർക്ക് കണ്ട് വിഷമിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് കൂടുതൽ പേടിയാണായത്. അപ്പോൾ ഞാൻ മാക്സിമം നോക്കുന്നുണ്ട്. ഇതുവരെ ഇങ്ങനെ ഒരു വെളുപ്പിന് എഴുന്നേറ്റിരുന്ന് പഠിക്കാനോ അങ്ങനെ ഒന്നും പോയിട്ടില്ല. അത്യാവശ്യം നല്ലപോലെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഉഴപ്പിയിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിലോട്ട് സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഇപ്പോഴേക്കും എല്ലാ സിലബസും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവും. ഞാൻ നല്ലപോലെ ഉഴപ്പിയത് കൊണ്ടാണ് എനിക്കിപ്പോൾ അത്യാവശ്യം ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത് സിലബസ് കംപ്ലീറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ ഒരു സ്ലോ ലേണറാണ്. എന്നെക്കൊണ്ട് ഒറ്റ സിറ്റിങ്ങിലൊന്നും പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റില്ല. എനിക്ക് റിവൈസ് ചെയ്താലേ എൻ്റെ തലയിൽ നിൽക്കുള്ളൂ. അപ്പോൾ ഞാനത് റിവൈസ് ചെയ്താലേ എൻ്റെ തലയിൽ നിൽക്കത്തുള്ളൂ. ഞാനിതൊരു 1 മണിക്കൂർ എത്രയോ മിനിറ്റുള്ളൊരു ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ഞാൻ അതിൻ്റെ ഹാഫോളം തീർത്തിട്ടാണ് രാത്രി കിടന്നിട്ടുണ്ടായിരുന്നത്. രാവിലെ എഴുന്നേറ്റിട്ട് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ രാവിലെ എഴുന്നേറ്റ് ഞാൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ചെറിയ കൺഫ്യൂഷൻ വന്നിട്ട് ഞാൻ കുറച്ചധികം തന്നെ ബാക്ക് അടിച്ചിട്ട് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് ജസ്റ്റ് എനിക്ക് എഴുതേണ്ടി വരത്തില്ലായിരുന്നു. എനിക്ക് എഴുതേണ്ട ആവശ്യമുണ്ടായിരുന്നു. കാരണം ഓൾറെഡി ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. മാഡം ക്ലാസ് എടുക്കുന്നതനുസരിച്ച് ഞാൻ അതൊന്ന് ജസ്റ്റ് വായിച്ചും കാര്യങ്ങളൊക്കെ നോക്കി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ചധികം ടൈം എടുത്തത്. ഞാൻ 4 മണിക്ക് തുടങ്ങിയിട്ട് 6 മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. അത്ര നേരം കണ്ടിന്യൂസ് ചെയ്യാൻ പഠിക്കുന്നുണ്ടായിരുന്നു. ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ ഞാൻ വേറെ വല്ലതും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ബ്രേക്ക് എടുക്കാണ്ട് കണ്ടിന്യൂസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് ഫോണിൽ പഠിക്കുന്നതിനെക്കാളും കൂടുതൽ ഞാൻ കോൺസെൻട്രേഷനോടുകൂടിയും ടൈം വേസ്റ്റ് ചെയ്യാതെയും പഠിക്കുന്നത് ലാപ്ടോപ്പിൽ പഠിക്കുമ്പോഴായിരിക്കും. കാരണം എനിക്ക് എൻ്റെ ലാപ്ടോപ്പ് നല്ല ഹാങ്ങാണ്. അപ്പോൾ അതിനകത്ത് വേറെ വല്ല വീഡിയോസും കാണാൻ പോയാലും എനിക്കത് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.
അത് മാറ്റാനും കാര്യങ്ങളൊക്കെ നല്ല അത്യാവശ്യം ബുദ്ധിമുട്ടാണ്. അപ്പം മര്യാദയ്ക്കിരുന്ന് ക്ലാസ് കേൾക്കുകയാണെങ്കിൽ അത്രയും സമാധാനം കിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ ക്ലാസ് കേൾക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടവും. ഞാൻ ട്യൂഷനും കാര്യങ്ങളും ഒന്നും ജോയിൻ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ക്ലാസ് ഇരിക്കുമ്പോഴാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സൊക്കെ അത്യാവശ്യം എല്ലാവരും ട്യൂഷനിലൊക്കെ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ ഫസ്റ്റ് ചാടിക്കറി ഉത്തരമൊക്കെ പറയുമ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇനി ഞാൻ ട്യൂഷൻ ജോയിൻ ചെയ്യണോ വേണ്ടയോ, ഇത് എടുത്ത് തീരുമാനം തെറ്റിപ്പോയോ, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഞാൻ ട്യൂഷന് പോവാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. കാരണം മിക്കവർക്ക് സമയം കിട്ടുന്നില്ല പഠിച്ചു തീർക്കാനായിട്ട്. അവർക്ക് ട്രാവലിങ്ങിനായിട്ടും ടൈം പോകുന്നുണ്ട്. പിന്നെ ട്യൂഷനിൽ നമുക്ക് ഇപ്പം സ്കൂളിൽ എടുക്കുന്നതായിരിക്കില്ലല്ലോ ട്യൂഷൻ എടുക്കുന്നത്. അപ്പോൾ ഇപ്പം എക്സാമിന് ഇല്ലാത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർക്ക് പഠിക്കാനൊക്കെ ഉണ്ടാവുക. അപ്പോൾ ട്യൂഷന് നോട്ട് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് സമയം അവിടെ വേസ്റ്റ് ആവുന്നുണ്ട്. അത്യാവശ്യം നല്ലപോലെ പഠിക്കാനും ടൈം കിട്ടുന്നുണ്ടെങ്കിലും കൂടുതൽ ടൈമും വേസ്റ്റ് ആവുന്നുണ്ട്. ട്രാവലിൻ്റെ ബേസിൽ തന്നെ വേസ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ പിന്നെ നല്ല പ്രഷറായിരിക്കും ട്യൂഷനും കൂടെ ഉള്ളതുകൊണ്ട്. അപ്പോൾ എനിക്കതൊന്നും ഇല്ല. അതാലോചിക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ട്യൂഷന് പോകാഞ്ഞത് നന്നായിട്ടുണ്ടായിരുന്നെന്ന്. കാരണം എനിക്ക് നല്ല സുഖമായിട്ട് വീട്ടിൽ ഇരുന്ന് ലെക്ചേഴ്സൊക്കെ കണ്ട് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് തന്നെയാണ് നമുക്ക് ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് എനിക്കൊരു ടെൻഷനില്ല. അപ്പോൾ ഞാൻ നോട്ട്സും കാര്യങ്ങളൊക്കെ ഇതുപോലെ റഫായിട്ടാണ് എഴുതുന്നത്. ഞാൻ ഭംഗിയൊന്നും നോക്കിയിരുന്നാൽ സമയം പോകുന്നതുകൊണ്ട് ഞാൻ നോട്ട്സ് കാര്യങ്ങളൊക്കെ റഫായിട്ടാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.